ഉഹുദാന ലിറ്ററജിക്കൽ ക്വിസിൻ്റെ പഠന പരമ്പരയിലെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും കൃത്യമായ സ്വാഗതം. എല്ലാവരും പഠിക്കാനൊക്കെ തുടങ്ങിയല്ലോ അല്ലേ? ഒന്നാമത്തെ ക്ലാസ് എല്ലാവരും കണ്ടു എന്ന് ഞാൻ കരുതുകയാണ്. ഇനി ആർക്കെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ അത് കിടപ്പുണ്ട്. അത് എത്രയും പെട്ടെന്ന് പഠിക്കാനായിട്ട് എല്ലാവരും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഉഹുദാന ലിറ്ററജിക്കൽ ക്വിസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മുടെ ലിറ്ററജി അഥവാ ദൈവാരാധന എന്താണ് എന്നതിൻ്റെ പൊതുവായ ചില മാനദണ്ഡങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. എന്താണ് ലിറ്റർജി അഥവാ ദൈവാരാധന? സ്വർഗോന്മുഖമായി തീർത്ഥാടനം ചെയ്യുന്ന സഭയുടെ ജീവിത ക്രമമാണ് ലിറ്റർജി അഥവാ ആരാധനാക്രമം. സഭയുടെ വിശുദ്ധമായ പാരമ്പര്യത്തിലും വിശുദ്ധ ഗ്രന്ഥത്തിലും അടിസ്ഥാനമാക്കി രൂപപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഈ ക്രമം ദൈവിക പദ്ധതികളോട് വിശ്വസ്തതാപൂർവം അടുത്ത് അനുഗമിക്കുവാൻ ആരാധനാ സമൂഹത്തെ സഹായിക്കുന്നു. ലിറ്റർജി എന്ന ഇംഗ്ലീഷ് വാക്കിൻ്റെ ഉൽപ്പത്തി ലിത്തൂർജിയ എന്ന ലത്തീൻ വാക്കിൽ നിന്നാണ്. ഗ്രീക്ക് ഭാഷയിലെ ലിത്തൂർഗിയ എന്ന പദത്തിൽ നിന്നാണ് ലത്തീൻ ഭാഷയിലെ ലിത്തൂർജിയുടെ ഉത്ഭവം. ഈ വാക്കിൻ്റെ മൂലാർത്ഥം പൊതുവായ ഒരു പ്രവൃത്തി, അതായത് പബ്ലിക് വർക്ക് എന്നാണ്. പബ്ലിക് വർക്ക് എന്നതുകൊണ്ട് സെക്കുലർ വേൾഡ് ഉദ്ദേശിക്കുന്നത് ജനങ്ങളുടെ നാമത്തിലോ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതോ ആയ ശുശ്രൂഷ എന്നാണ്. കത്തോലിക്ക സഭയുടെ മതമായ ഗ്രന്ഥത്തിൽ ലിറ്റർജിയുടെ ക്രൈസ്തവ പാരമ്പര്യത്തിലുള്ള അർത്ഥം ദൈവത്തിൻ്റെ പ്രവൃത്തിയിലുള്ള ദൈവജനത്തിൻ്റെ പങ്കുചേരൽ എന്നാണ്. സുറിയാനി പാരമ്പര്യത്തിൽ ലിറ്റർജിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് തെസ്മെസ്ത എന്ന പദമാണ്. അതിനർത്ഥം ശുശ്രൂഷ. ദൈവ ശുശ്രൂഷയാണ് ലിറ്റർജി. മലയാളത്തിലാകട്ടെ ആരാധനക്രമം എന്ന വാക്കുകൊണ്ടാണ് ലിറ്റർജിയെ ഭാഷാന്തരം ചെയ്യാറുള്ളത്. ബഹുമുഖ അർത്ഥതലങ്ങളുള്ള ലിറ്റർജി എന്ന വാക്കിനെ അനുഷ്ഠാന നിയമങ്ങൾ, ക്രമങ്ങൾ ആയി ചുരുക്കി കളയുകയാണ് ആരാധനക്രമം എന്ന വാക്കിലൂടെ എന്ന് ഞാൻ കരുതുന്നു. ദൈവാരാധന എന്ന വാക്കാണ് യഥാർത്ഥത്തിൽ ലിറ്റർജി എന്ന പദത്തിൻ്റെ മലയാള തർജ്ജമയായി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ലിറ്റർജിയുടെ നിർവചനം? ലിറ്റർജിയെ നമുക്ക് ഇപ്രകാരം നിർവചിക്കാം: മനുഷ്യരെ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുവാൻ ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് സാധിച്ച രക്ഷയുടെ രഹസ്യങ്ങൾ കൗദാശികമായി പുനരാവിഷ്കരിക്കുകയും അനുഭവവേദ്യമാക്കുകയും ചെയ്യുന്ന പരിശുദ്ധ കർമ്മമാണ് ലിറ്റർജി. മെദിയാത്തോർ ദേയി എന്ന ചാക്രിക ലേഖനം വഴി 12 പിയൂസ് മാർപ്പാപ്പ ലിറ്റർജിയെ നിർവചിക്കുന്നത് ഇപ്രകാരമാണ്: നമ്മുടെ രക്ഷകൻ സഭയുടെ ശിരസ്സ് എന്ന നിലയിൽ പിതാവിനും വിശ്വാസികളുടെ സമൂഹം അതിൻ്റെ സ്ഥാപകനും അവൻ വഴി സ്വർഗീയ പിതാവിനും അർപ്പിക്കുന്ന പരസ്യ ആരാധനയാണ് ലിറ്റർജി. ലിറ്റർജി ഒരേ സമയം ദൈവത്തിൻ്റെ പ്രവൃത്തിയും സഭയുടെ പ്രവൃത്തിയുമാണ്. ദൈവജനത്തിൻ്റെ വിശുദ്ധീകരണത്തിനു വേണ്ടി ദൈവം ചെയ്ത പ്രവൃത്തിയെ സഭ ദൈവത്തോട് ചേർന്ന് തുടരുകയാണിവിടെ. അതിനാൽ ലിറ്റർജിയിൽ പങ്കുചേരുമ്പോൾ രക്ഷയുടെ അനുഭവവും വിശുദ്ധീകരണവും നമുക്ക് ലഭിക്കുന്നു. ഇനി എന്തൊക്കെയാണ് ഈ ലിറ്റർജിയിൽ ഉൾപ്പെടുന്നത്? ലിറ്റർജിയിൽ പ്രധാനമായിട്ടും 7 കൂദാശകൾ, കൂദാശ അനുകരണങ്ങൾ, യാമപ്രാർത്ഥനകൾ, ആരാധനാക്രമ വത്സരത്തിലെ ആചരണങ്ങൾ, ഇവയൊക്കെയാണ് ലിറ്റർജിയിൽ ഉൾപ്പെടുന്നത്. ലിറ്റർജിയുടെ കേന്ദ്രബിന്ദു വിശുദ്ധ കുർബാനയാണ്. ഇനി സഭാത്മക ജീവിതത്തിൽ എന്താണ് ഈ ദൈവാരാധനയുടെ പ്രസക്തി? 2-ാം വത്തിക്കാൻ കൗൺസിൽ ആരാധനാക്രമത്തിൽ നിന്ന് വിശുദ്ധ കുർബാനയിൽ നിന്ന് ഒരു ഉറവയിൽ നിന്നെന്ന പോലെ കൃപാവരങ്ങൾ നമ്മിലേക്ക് പ്രവേശിക്കുന്നുവെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെ ദൈവ മഹത്വീകരണവും മിശിഹായിലൂടെയുള്ള മനുഷ്യ വിശുദ്ധീകരണവും ഏറ്റവും ഫലവത്തായി നിർവഹിക്കപ്പെടുന്നു. ഇത്രയുമാണ് ആരാധനാക്രമത്തെക്കുറിച്ച് പൊതുവായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. തീർച്ചയായിട്ടും ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിലുണ്ടാകും. എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി.